വയറുവേദന എടുത്തിട്ട് ഒരു രക്ഷ ഇത് ആരാ ബാത്റൂമിൽ കയറിക്കണം എടി ശോഭേ ശോഭേ ഓ തുടങ്ങിയല്ലോ രാവിലെ എന്താ പ്രശ്നം? അപ്പൊ നീ എല്ലാരും ബാത്റൂമിൽ കയറി ഞാൻ തവിയും കൊണ്ട് ബാത്റൂമില്. പിന്നെ ആരുടെ അതിനകത്ത് കയറിയിരിക്കുന്നത്? ബാത്റൂമിൽ നിങ്ങളെ അളിയൻ. അളിയനോ? അളിയൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? എന്റെ അച്ഛന്റെ 2 മക്കള്, അതിൽ മൂത്തത് എന്റെ ആങ്ങള. എന്റെ ദൈവമേ, എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്ന സ്ഥിതിക്ക് എന്റെ ആങ്ങള നിങ്ങൾ അളിയനാണല്ലോ. എടി വാക്കോളം തന്നമ്പറ നിൽക്കും, അതിനാണ് ബന്ധം ഉണ്ടാക്കാൻ പോണത് നീ. ഓ എടി അളിയനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അങ്ങേരെ ഇറങ്ങത്തില്ല. എന്നാന്നാ അങ്ങേരെ അടുത്ത് പറഞ്ഞു 1 കോടി കിട്ടുന്ന പരിപാടി പോയി കോടിയും മേടിച്ചോണ്ടോ എന്ന് പറഞ്ഞു പോയി ചോദിച്ചു. അങ്ങേര് എല്ലാം തെറ്റിച്ച് വട്ടായി ഹോട്ട് സീറ്റാന്ന് പറഞ്ഞു കയറി ക്ലോസറ്റ് ഇരിക്കുക. ഇറങ്ങത്തില്ല. ആ നാറിയുടെ കാര്യം മിണ്ടായിരിക്കുക ഭേദം. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളാ. എന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോഴത്തേനും പുള്ളിയുടെ ഉത്തരം മുട്ടിപ്പോയി. ആ മുട്ടലാണ് അവിടെ കയറി ഇരിക്കുന്നത്. അല്ല എനിക്കറിയാൻ വേണ്ട ചോദിക്കാം, നിങ്ങൾ എന്തിനാ പാവപ്പെട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടത് ആ പരിപാടിക്ക്? അങ്ങോട്ട് വിട്ടത് എന്തിനാണ്? ഈ നാട്ടിൽ തല കറുത്തവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാണ്ട്. അറിയാലോ അളിയ ഇത്തിരി പൈസ എടുത്തോണ്ട് വാ, കോടികളുടെ പരിപാടി നടപ്പുണ്ട്, അളിയനെ എല്ലാ ക്വസ്റ്റ്യൻകൾക്കും ഉത്തരം അറിയാലോ എന്നും പറഞ്ഞ് അളിയനെ പറഞ്ഞു വിട്ടതാ. ആദ്യ ഉത്തരം തന്നെ തെറ്റിച്ചില്ലേ അങ്ങര്? എനിക്കൊന്നും പറയണ്ട, എനിക്ക് ബാത്റൂമിൽ പോണം. നീ വന്നേ പിടിച്ചിറക്കിട്ട് എന്റെ കാര്യങ്ങളും 1957 ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന സർക്കാർ ആരാണ്? EMS സർക്കാർ. നിയമസഭയിൽ നിന്നും ഒരേ നിയമസഭയിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ജയിച്ച് നിയമസഭയിലെത്തിയ ഒരേ ഒരു നേതാവ് ആരാണ്? പാലായിലെ KM മാണി സാർ. ലോക പ്രശസ്ത നോവലായ ചെരുപ്പുകുതിയുടെ കഥയെ ആസ്പദമാക്കി മദർ എന്ന നോവൽ എഴുതിയ ലോക പ്രശസ്തനായ എഴുത്തുകാരൻ ആരാണ്? മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി. എടി നീ വേഗം സാരി മാറിയിട്ട് എങ്ങനെയെങ്കിലും ഒരു മാക്സി ഇട്ടോണ്ട് വന്നിട്ട് കൂർക്ക മേടിച്ചോണ്ട് വാ. മാക്സിമം ഇവന് എന്തെങ്കിലും കൂർക്കത്തോരെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. അങ്ങനെ കാണാം തലയ്ക്കോളോ നിങ്ങൾ കാണാം. എടി ഞാൻ ബ്ലേഡുകാരന് പൈസ കൊടുക്കാണ്ട് അറിയാമോ? അങ്ങാരിങ്ങ വെത്തും. ഞാൻ പിന്നെ വേറൊരു കാര്യം, ഞാനൊരു സൈക്കാട്രിസ്റ്റിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രോഗം മാറ്റണ്ടേ, പിന്നെ രോഗം മാറിക്കഴിഞ്ഞാൽ ബാങ്കിൽ കുറെ പൈസ കിടപ്പുണ്ട്, അതെങ്കിലും എടുത്ത് അവർക്ക് കൊടുക്കത്തില്ലേ? അങ്ങ് പറട്ടെ, ബ്ലേഡുകാരൻ വന്ന വലിയ പ്രശ്ന. ഇതാരും മാണി പീറ്റർ സാറോ? ആദ്യമായിട്ട് മാണി പീറ്റർ അല്ലടാ, മണി പീറ്റർ. മണി പീറ്ററാണ്. നീ എന്നെ എത്ര പൈസ കൊടുത്തിട്ടുണ്ട്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ? 5 ലക്ഷം അല്ല, 10 ലക്ഷം. പലിശ ചെയ്യാൻ 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ വരണം, ഇല്ലെങ്കിൽ ഈ എൽദോ കയറി മേയും. എൽദോ തന്നെ ആടാണ്. ആ കോമഡി എന്റെ അടുത്തേക്ക് വേണ്ട. കാശ് തരണം എനിക്ക്. കാശ് ഞാൻ പല വഴിക്ക് പോയി കിട്ടിയില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക നാനാവില്ല. എനിക്ക് മീശം വെച്ചോണ്ട് എടാ ഒന്നിലേക്ക് പണിക്ക് പോകണം, അല്ലെങ്കിൽ നീയൊക്കെ ഒരു കാര്യം ചെയ്യണം. പൈസക്കുള്ള പണി വേറെ നോക്കണം. ഞാൻ പണി നോക്കി, ഞാൻ നാട്ടുകാർ വെച്ച് പണം ഉണ്ടാക്കാൻ എന്താ പരിപാടി എന്ന് അവരോട് ചോദിച്ചപ്പോ അവരെന്നോട് പറയുക മണിപ്ലാന്റ് പിടിപ്പിച്ചാൽ മതി. ഞാൻ ഈ വീട് മുഴുവൻ മണിപ്ലാന്റ് പിടിപ്പിച്ചു, ഒരു ഒറ്റ പൈസ പോലെ. കുറെ പാമ്പ് കയറി ഇപ്പൊ അല്ലാതെ എന്നത്തെ പൈസ ഇല്ല സാർ. എടാ വെട്ടി കുഷ്മാണ്ടം, മണി പ്ലാന്റ് പിടിച്ചാൽ പൈസ വരുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ മണി പ്ലാന്റ് പിടിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ പൂത്ത കാശിനോടമല്ലേ? അത് ശരി, പൂത്ത കാശ്. ഞാനിത് പോലീസിനോട് പറയും. ഞാൻ പറയും പൂത്ത കാശ് കേസാണ്. പിന്നെ കേസാണ് ഉപയോഗിച്ചിട്ടാണ് വരാൻ പാടില്ല. എന്നെ ഉടായി പോയി കാണിക്കണ്ടേ? എടാ പൈസ തരാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അളിയനെ അറിയാമോ? അറിയില്ല. അറിയത്തില്ലേ? എന്നാ ഞാൻ പറഞ്ഞു തരാം. PSC ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളാണ്, പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കുന്ന ആളാണ്. മറ്റേ 1 കോടി പരിപാടിക്ക് പറഞ്ഞു ഒറ്റ ചോദ്യത്തിന് ഉത്തരം മുട്ടിയെങ്കിൽ ഉത്തരത്തിന് പൊക്കി കെട്ടിയാണല്ലോ. ആ മുട്ടൂലാണല്ലോ. അതല്ലെന്ന് ഒറ്റ ചോദ്യത്തിന് കിളി പോയി. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അളിയൻ ഇപ്പൊ എവിടെയുണ്ട്? ബാത്റൂമിലുണ്ട്. അപ്പൊ കിളിയല്ല പോയേക്കണേ. അതെ ശരിയാ, കറക്റ്റാ. നീ ഉടായ്പ കാണിക്കാൻ നീ കാര്യം പറയാൻ ഞാൻ പൈസ മേടിച്ചിട്ടാ പോകത്തുള്ളൂ. ഇന്നൊരു സൈക്കാട്രിസ്റ്റ് വരും. അതാരത്? ഹിപ്നോട്ടിസം. ഇത് വരാനാണെങ്കിൽ ഇപ്പൊ നോട്ടീസ് അടിച്ചിട്ട് തന്ന കാര്യം നേരത്തെ നോട്ടീസ് അയക്കണമായിരുന്നു. പൈസ മേടിച്ചു പോയി, ഇല്ലെങ്കിൽ എന്റെ വായിന്ന് തെറിയാൻ വിളിച്ചു പറഞ്ഞു. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഒരാളെ മയക്കി അയാളുടെ ഇഷ്ടത്തിനും വരുതിക്കും കൊണ്ടുവരുന്നതിനാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡി ഗാമ കാല് കുത്തിയത് എന്തുകൊണ്ട്? എന്നോടാണ്. എന്തുകൊണ്ട് പറഞ്ഞുതരാം. അതെ, പഴയ ഒരു കോമഡിയാ, വേണേ പറഞ്ഞു തരാം. കൈ കുത്തി ഇറങ്ങിയ കയ്യെ ചെളി വെച്ച് ഊണ് കഴിക്കാൻ പറ്റിയല്ല, അതുകൊണ്ടാണ് കാല് കുത്തി ഇറങ്ങിയത്. കൈ കുത്തി ഇറങ്ങിയ ചെളിയാവുമ്പോ അതുകൊണ്ട് ഊണ് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാല് കുത്തിയത്. തമാശയാന്നല്ലേ പറഞ്ഞ, പഴയ തമാശ അവിടെ പോയി അടിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടി പോരാടിയ ആ മഹാമനുഷ്യൻ ആരാണെന്ന് അറിയാവോ? ഞാനല്ല, അത് മുതലാളിയാണ്.
അതാണ് മഹാത്മജി, മഹാത്മാ ഗാന്ധി. ആരാണിത്? മഹാത്മാജിനെ അറിയില്ല. പലിശക്ക് പൈസ കൊടുക്കുന്ന ആളല്ലേ? അതിനകത്തുണ്ടല്ലോ. എന്റെ നോട്ടിൽ ഒരു മനുഷ്യനും ഇല്ല. അതിന്റെ അതില്ലേ അക്ക മാത്രമേ ഉള്ളൂ. അതൊരു 5000 രൂപ കാണിച്ചു, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാലോ. പിന്നെ ആ പരിപാടി വേണ്ട. ഈ മേടിച്ച കാശാട്ട് നീ. അല്ല, സൈക്കാട്രിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ മേടിച്ചു തരാന്ന് പറഞ്ഞല്ലോ. എടാ ഇയാള് വരുമോ? ഇയാൾക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കും. 3 അടി എനിക്ക് കിട്ടി. ഞാനാണ് സൈക്കാട്രിസ്റ്റ് UD അയ്പ്. ഉടായ്പല്ലെന്ന് എന്റെ പേരാണ് UD അയ്പ്. സൈക്കാട്രിസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? നിങ്ങൾ സത്യത്തിൽ ഫോൺ ചെയ്തപ്പോ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 1 കോടിക്ക് പോയി ഒറ്റ ചോദ്യത്തിന് പുറത്തുപോയ ആളല്ലേ? അതെ. മാനസിക വിഭ്രാന്തി ഉണ്ടാകും. പക്ഷെ അത് പരിഹരിക്കാനുള്ള ഒരു പോം വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ആ പരിപാടിയില്ലേ, ആ പരിപാടി നമ്മൾ ഈ വീട്ടിൽ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നു, പുതിയതായിട്ട് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യും. ഭയങ്കര ബുദ്ധിയുള്ളത്. അപ്പൊ ഒരു പക്ഷെ പുള്ളിയുടെ അസുഖം നിങ്ങൾ ഇപ്പൊ തന്നെ മാറ്റൂ. പിന്നെ അങ്ങനെ മാറ്റി തന്നെ ഇന്ന് എനിക്ക് പൈസ തരൂ. പൈസ തരാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാം. അപ്പൊ ഇവർക്കല്ലേ വട്ട്? അല്ലല്ല, ഇത് അപ്പഴ വട്ട്. ഞങ്ങൾക്ക് വല്ല വട്ടുള്ളത് അവിടെയാണല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പരിപാടി ആരംഭിക്കാം. പക്ഷെ പരിപാടിയുടെ നിബന്ധനകൾ കുറയണ്ടേ? എല്ലാം ഓക്കെ ആണല്ലോ? ഒരു ഡെസ്കും എടുത്തു എല്ലാം സെറ്റ് ചെയ്യും. ആദ്യം സെറ്റ് ചെയ്യും. എന്തൊക്കെ വേണം? അല്ല, ഞാനൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പരിപാടി ഞാൻ കാണാറുണ്ട്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാ പിന്നെ ഒരു റോബോട്ട് വേണേ. ഒരു റോബോട്ട്. ഇന്ന് ഞായറാഴ്ച ആണല്ലോ, പറയാൻ മേലെന്ന റോബോട്ട് പള്ളി പോയില്ലേ? റോബോട്ടിനോട് ഞായറാഴ്ച പള്ളി പോകണമെന്ന് പറയാൻ പാടില്ലായിരുന്നു. പറയും ആ റോബോട്ട് അല്ലെന്നോ സുഹൃത്തെ, യന്ത്ര മനുഷ്യൻ. ആ പരിപാടിയിൽ കണ്ടിട്ടില്ല, തങ്കപ്പാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ചായ ആയിട്ടൊക്കെ വരുന്നത് യന്ത്ര മനുഷ്യൻ. സഹകരിക്കണം. ആരെങ്കിലും പണിയിലാ നിൽക്കുന്ന ആരെങ്കിലും നീ കുറച്ചു നേരത്തേക്ക് യന്ത്രമനുഷ്യനാവുക. പൈസ കാശ് കിട്ടുമോ? കാശ് തരാം. എന്നാ ഞാൻ റോബർട്ടോ ബീട്രൂട്ടോ എന്ത് വേണാകാം. ഇതിന്റെ ഇടയ്ക്ക് റോബർട്ട് കോമഡി അടിക്കേ. കോമഡി. ചായ ഇരിപ്പുണ്ട് അവിടെ. ചായയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് ചെന്നാൽ ചായ വരുമ്പോ തങ്കപ്പാന്ന് വിളിക്കുമ്പോ വരണേ കേട്ടോ. നിന്റെ പേര് തങ്കപ്പെണ്ണ. പിന്നെ സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി, ഒരു ലാപ്ടോപ്പ് ഞാൻ പറഞ്ഞിരുന്നു. ലാപ്ടോപ്പിന്റെ കേസ്. ലാപ്ടോപ്പ് സാറേ, ലാപ്ടോപ്പ് ഇച്ചിരി നേരത്തെ ലാപ്ടോപ്പ് മുഴുവൻ കണക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല. അളിയന്റെ അസുഖം മാറിയ പൈസ അങ്ങ് എടുക്കാലോ. അതുമല്ല, 2:30 എനിക്ക് അമ്മണി വിളിക്കും, വീഡിയോ കോൾ. അത് വിഷയമല്ല. അല്ല, വിഷയമല്ല, അമ്മണിയാ വിളിക്കണേ. ഇയാൾക്ക് ബ്ലേഡ് കച്ചവടം മാത്രമല്ല, വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്. പൈസ കിട്ടാനുള്ള പരിപാടിയല്ല. ഞാൻ എന്തായാലും ചെയ്തു തരാം. എന്തായാലും ലോക്ക് ചെയ്ത് തരാം. ഇതെല്ലാം ഇതാണ് അവതാരകൻ. പിന്നെ ഇനി അത്യാവശ്യം വേണ്ടത്, ഞാൻ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും 1 കോടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കുചേരുന്നത് ഈ വീട്ടിൽ തന്നെ ഗൃഹനാഥനായ ഒരു വേണ്ടപ്പെട്ട ഒരു വിധി പറയുന്ന ദിവസമാണ്. അദ്ദേഹത്തിന്റെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശിവദാസൻ. വെൽക്കം ശിവദാസൻ. നമസ്കാരം ശിവദാസൻ. നമസ്കാരം. എന്നെ മനസ്സിലാക്കാണോ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇല്ല. എന്റെ പേര് അയ്പ് എന്നാണ്. ഞാനാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഏകദേശം ശിവദാസന് അറിയാൻ പറ്റൂല അല്ലേ? അറിയാം. അതായത് 1 കോടിയിലേക്ക് നേരിട്ട് കിടക്കുന്നു. നേരിട്ട് കിടക്കാം. പിന്നെ 2 മാനദണ്ഡമുണ്ട്. വേണമെങ്കിൽ ഘട്ടഘട്ടമായിട്ട് കിടക്കാം. അല്ല, നമുക്ക് നേരിട്ട് തന്നെ 1 കോടിയിലോട്ട് കിടക്കാം. നേരിട്ട് 3 ചോദ്യങ്ങളുള്ളൂ. 25, 50, 1 കോടി. ആയിക്കോട്ടെ, കിടക്കാം. നമുക്കൊരു ചായ കുടിച്ചാലോ? എനിക്ക് വേണ്ട. അല്ല, ഒരെണ്ണം കുടിക്കാൻ നീ. അല്ല, എനിക്ക് വേണ്ടെന്നേ. അല്ല, എനിക്ക് വേണം. എനിക്ക് ചെറിയൊരു ടെൻഷൻ. ആണോ? തങ്കപ്പ, 2 ചായ കൊണ്ടുവരൂ. ചായ എടുക്കൂ ശിവദാസ്. മാറി നിൽക്കണ തങ്കപ്പ. അപ്പൊ ആദ്യത്തെ ചോദ്യം 25 ലക്ഷത്തിന്റെയാണ്. ഈ ഇരിക്കുന്ന സുഹൃത്തിന്റെ ഒരു 15 പാക്കുണ്ടെന്ന് കരുതുക. അതിൽ 4 ഈ സഹോദരിക്ക് കൊടുത്തു, 4 ആ വേട്ടാവളിന് കൊടുത്തു, 4 ശിവദാസന് മേടിച്ചു. ബാക്കി ഇങ്ങയുടെ കയ്യിൽ എത്ര പാക്കുണ്ട്? ബാക്കി 3 പാക്ക. 3 പാക്ക് കറക്റ്റാണോ? നിങ്ങളുടെ 3 പാക്കുണ്ടോ? അല്ലേ, കറക്റ്റാ. 3 എണ്ണം ഉണ്ട്. അല്ലേ? അപ്പൊ ഉത്തരം ലോക്ക് ചെയ്യാം. 3 പാക്ക് ലോക്ക് ചെയ്യട്ടെ. സംശയമില്ല. എന്നാ അത്?
ടെൻഷൻ മ്യൂസിക്. ഓക്കെ, താങ്ക് യു. ശിവദാസന് ഈ ഉത്തരം ശരിയാണെന്നുള്ളത് വിശ്വാസമാണ്. വിശ്വാസമുണ്ട്. തെറ്റില്ല. തെറ്റില്ല. ഉത്തരം ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഉവ്വ്. എന്നാലും ശിവദാസ കുറച്ച് ആലോചിക്കാമായിരുന്നു. ശിവദാസൻ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ്. അതാരാ പെങ്ങളെ? അയ്യോ അതെന്റെ കെട്ടിപ്പോയി. ഏകദേശം റെഡിയായി വരുന്നു. പെങ്ങളെ മനസ്സിലായി. മനസ്സിലായി. ശിവദാസ 25 ലക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 50 ലക്ഷത്തിന്റെയാണ്. 50 വർഷം പഴക്കമുള്ള ചെമ്മീന് എത്ര പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? രാഷ്ട്രപതിയുടെ പുരസ്കാരം ഉൾപ്പെടെ ഏതാണ്ട് 20 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 20. ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. സംശയങ്ങളൊന്നുമില്ല. സംശയമില്ല. 50 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ഉറപ്പാ. ലോക്ക്. ശിവദാസൻ പറഞ്ഞ ഉത്തരം ഉത്തരം വളരെ ആലോചിച്ചുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞല്ലേ. അതെ അതെ, 50 ലക്ഷമാണ്. ആലോചിച്ചിട്ടാ പറഞ്ഞ. ഉത്തരം ശരിയായിരിക്കും, ഉറപ്പായിരിക്കും. ശരിയായിരിക്കും. കാരണം നിങ്ങൾ വളരെ അറിവുള്ള മനുഷ്യനാണ്. ഉവ്വ്. ഉത്തരം ശരിയാണ്. അളിയന്റെ കടം വീട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പാട് മുഴുവൻ അയ്യോ പെടുന്നത്. മതി മതി മതി. എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കരിയല്ലേ? താങ്ക് യു. ഇതന്നെ ഈ കന്യാസം പിടിച്ചോണ്ട് പോയിരിക്കുന്നേ. ഞാൻ മണ്ണെണ്ണ മേടിക്കാം. ആണ്ട് നല്ല ചൂട് സമയത്ത് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ച് വീടിനകത്ത് കയറി. പക്ഷെ നമ്മുടെ പരിപാടി തീർന്നിട്ടില്ല കേട്ടോ. നിലമുങ്ങുന്നില്ലേ? പറഞ്ഞതല്ലേ നില പൊങ്ങിയല്ലേ? നമ്മളിപ്പോ 6ാമത്തെ ലെവലിൽ എത്തിയിരിക്കുകയാണ്. കേറുന്നു. ഒരു വീടല്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന്റെ പൈസ വേറെ തന്നെ ചുമട് കുട്ടി. 50 ലക്ഷം കിട്ടിയല്ലേ? 50 ലക്ഷം കിട്ടി. ഇനി ഒരു ചോദ്യം, ഒറ്റ ചോദ്യം 1 കോടിയിലേക്ക് കടക്കും. എല്ലാരും റെഡിയല്ലേ? 1 കോടിയുടെ ചോദ്യം ചോദിക്കട്ടെ. ഒരുപാട് ആലോചിച്ച് വേണം ഉത്തരം പറയാനായി. ആലോചിക്കളിയാ. 1 കോടി കിട്ടിയിട്ട് സത്യത്തിൽ എന്ത് ചെയ്യും? എന്റെ അളിയന്റെ കടം ഞാൻ ആദ്യമായിട്ട് വീട്ടും. വിഷമമുണ്ട്. ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. കിടക്കാം. ചോദ്യം ഇതാ. ഒരു മയിലാട്ടക്കാരൻ ഒരു ദിവസം ആടിയാൽ 5 രൂപ കിട്ടും. എന്നാൽ 5 ദിവസം അടുപ്പിച്ചാടിയാൽ എന്ത് കിട്ടും? 25 രൂപ കിട്ടും. ശിവദാസൻ ആലോചിച്ച് പറയണം. ആലോചിച്ചാ പറഞ്ഞ. ശരിക്കും ആലോചിക്കണം. 1 കോടിയാണ് കിട്ടുന്നത്. ശരിക്കും ആലോചിച്ച് 25 കിട്ടും. ശിവദാസ ആലോചിക്കണം. ചിന്താശക്തി, ബ്രെയിൻ വർക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണോ? പിടിവള്ളി ഉണ്ട്. പിടിവള്ളി വേണം. പിടിവള്ളി വേണം. പിടിവള്ളി വേണം. അയ്യോ, പിടിവള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. ഉണ്ടോ? പിടിവള്ളി ഇല്ല. വീട്ടിന് മുറ്റത്തൊരു മുല്ലവള്ളി പിടിവള്ളി എങ്ങനെയെങ്കിലും കൊടുക്ക്. ഉത്തരം ആലോചിച്ച് പറയാം. പിടിവള്ളി ഉണ്ട്. എന്നാലും ചിന്താശക്തി വളരണമെങ്കിൽ പിടിവള്ളിയുടെ സഹായമില്ലാതെ തന്നെ ശിവദാസൻ ആലോചിക്കാവുന്നതാണ്. ആശാന്റെ പിടിവള്ളി പോയേ. വേണമെങ്കിൽ ഇവരുടെ മുതലാളിയുടെ പിടിവള്ളി പോയിരിക്കേ. ഇവരോട് ആരെങ്കിലും ചോദിക്കാം. സഹായിക്കാൻ ആളുണ്ട്. ചോദിക്കാം. വേണ്ട, പെങ്ങളോട് ചോദിക്കുന്നില്ല. അവിടെ ചോദിക്കാം. അയ്യോ, അത് അറിവുകേടിന്റെ നിറകൂടെ. അത് വേണ്ട. 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 ഓക്കെ, അദ്ദേഹത്തോട് ചോദിക്കാം. വേണ്ട. അതെന്താണ് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ഈ കാര്യം? ചെറുപ്പം തൊട്ടേ കാശുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കണക്കിനെ കുറിച്ച് നല്ല ബ്രില്യന്റ് ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. താങ്കൾക്ക് സഹായിക്കാം. എന്തിനാ മാറ്റി പറയും? പിന്നെ ചിന്തിക്കണ എന്താ? കറക്റ്റാ. 25. സംശയമില്ല സാർ. ഒരു മയിലാട്ടക്കാരൻ ഒരു ദിവസം ആടിയാൽ 5 രൂപ കിട്ടുവാണെങ്കിൽ 5 ദിവസം അടുപ്പിച്ചാടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 25 രൂപ ആയിരിക്കും കിട്ടുന്നത്. 25 ഉറപ്പിക്കാം. ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്യാം. 1 കോടിയാണ്. ആയിക്കോട്ടെ. ഉത്തരം തെറ്റാണെങ്കിൽ വെറും കൈയുടെ ഇവിടുന്ന് പട്ടയം പടം മുടക്കി പോകേണ്ടി വരും. തെറ്റില്ല സാർ. ശിവദാസൻ കുറച്ചും കൂടെ ഒക്കെ ആലോചിക്കായിരുന്നു. കാരണം നമ്മുടെ ഒരു പരിപാടിയിൽ വരുമ്പോൾ ആ പരിപാടിയിലെ ഉത്തരം ശിവദാസൻ ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഈ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആണെന്നുള്ള വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. 1 കോടി നേടും. ശിവദാസൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഇന്നവരെന്നെ പലിശ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമായിരുന്നു. ഒരു മയിലാട്ടക്കാരൻ ഒരു ദിവസം ആടിയാൽ 5 രൂപ കിട്ടും. അയാൾ 5 ദിവസം അടുപ്പിൽ ചാടിയാൽ അയാളുടെ അണ്ണാക്ക് കത്തി പോകൂലടാ. ഒരു കാര്യം ഞാൻ പറയാം. ശിവദാസൻ ആലോചിച്ച് പറയാവുന്ന ഉത്തരമായിരുന്നു. പക്ഷെ ശിവദാസൻ അലസത കാണിച്ചു. കാരണം ഇയാളോട് ചോദിച്ചാണ് പ്രശ്നമായി പോയത്. ഇയാളാണ് ശിവദാസനെ തെറ്റിച്ചത്.
താജ്മഹൽ പണിത് കൊടുത്ത എന്താണ്? മുംതാസിന് വേണ്ടി താജ്മഹൽ മുംതാസിന് പണിത് കൊടുത്ത എന്താണ്? ചേട്ടാ എന്റെ കോഴ്സ് നിനക്കൊന്ന് ഉത്തരം ശരിയാന്നൊന്ന് പറയാൻ പറ്റില്ല. ഇത് മത്സരമല്ലല്ലോ. അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ ആവശ്യം വന്നപ്പം ഉത്തരം പറഞ്ഞു പോയതാ. ഇനി ക്ഷമിക്കണം. ഞാൻ എങ്ങനെ ഇങ്ങനെ പൈസ കൊടുക്കും ഞാൻ? എന്റെ ദൈവമേ, ഞാനായിട്ട് പൊളിച്ചല്ലേ ഈ ഇവന്റെ പരിപാടി. പൈസ കൊടുത്തില്ല ഇവരെന്നെ കൊല്ലൂന്ന്. ശ്ശെ, എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാന്ന്. അങ്ങനെ സോറി, ക്ഷമിക്കണം കേട്ടോ. ഞാൻ എവിടെ പൈസ മിണ്ടായി അവിടെ എല്ലാരും മിണ്ടായി. ഒരു വീട്ടിൽ കയറി വന്നിട്ട് ചുമ്മാ ഒരു പൈസ വേണമെന്ന് പറഞ്ഞു കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ തരൂല്ലേ നമ്മള്? എത്ര പൈസ? 5 ലക്ഷം. ഞാൻ ഒപ്പിച്ച് വെച്ചേക്കാം. അയ്യോ എനിക്കോ? അല്ല ഞാൻ അറിയാതെ. എത്ര പൈസ? എനിക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടിയാൽ കൊള്ളാം. ഞാൻ അങ്ങനെ ചോദിച്ചില്ല. ചില്ലറയൊന്നും അല്ല, നന്നായിട്ട് മേടിച്ചിട്ടുണ്ട് ഞാൻ പൈസ കൂടെ. മുതലാളി എന്ത് പറ്റിയത്? പോടാ അവിടുന്ന്. മുതലാളി വന്നിട്ടുണ്ടായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. മുതലാളിക്ക് ഇരിക്കട്ടെ, ഇത് പിടിച്ചോ, ഒരു വിഷയമില്ല. പൈസ തരാണ്ടോ? പൈസ. അയ്യോ മറ്റേ പൈസ തരാണ്ടോ? പൈസ. പൈസ തരാണ്ടോ? പൈസ. 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 അങ്ങനെ പോകല്ലേ. നിങ്ങൾ പേടിക്കണ്ട, ഞാനത് റീക്രിയേറ്റ് ചെയ്ത് ശരിയാക്കി തരാം. ഇങ്ങോട്ട് വാ. എടാ പട്ടി റീക്രിയേറ്റ്. എടാ അങ്ങനെ പോട്ടറാ. അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇനി അങ്ങനെ സ്വസ്ഥമായിട്ട് വിടാൻ നോക്ക്. ആണല്ലേ? അപ്പൊ റീക്രിയേറ്റ് ചെയ്യണ്ട. ചേട്ടാ എന്നാ പറ്റി? എല്ലാം പൊളിഞ്ഞു എന്നെ പറ്റി? വട്ട് വീണ്ടും മൂത്ത് ചേട്ടൻ കയറി ഹോട്ട് സീറ്റാന്ന് പറഞ്ഞ് ക്ലോസറ്റ് കയറി ഇരിപ്പായി ബാത്റൂം വീണ്ടും അടച്ച്. ഇനി ഞങ്ങൾ എന്നാ ചെയ്യും? നിങ്ങളൊന്നും ചെയ്യേണ്ട, നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. 5 ലക്ഷം രൂപ ഇപ്പൊ കയ്യിലിരിപ്പില്ലേ? ഉണ്ട്. ആ ബാത്റൂം വിട്, വേറൊരു ബാത്റൂം റീക്രിയേറ്റ് ചെയ്താ പോരെ? ആ പണിയൊക്കെ അറിയാവോ? പിന്നെ അറിയാമെന്ന്. Jokers. Go, Masters.